കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രത്തിന് പഞ്ഞിക്കിടുവാണ്. കിരണും കല്യാണിയും കൂടെ ചേർന്ന് പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ, ഇത്രയൊക്കെ കിട്ടിയത് പോരെ, എന്നിട്ടും പഠിക്കാത്തവന്. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എത്ര കിട്ടിയാലും പഠിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി എന്നും പറഞ്ഞിട്ട് കല്യാണിയും കിരണും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ഭാനുമതി അമ്മയ്ക്ക് സഹിച്ചില്ല. എന്നാലും മോനെ, അവള് പോയത് കണ്ടോ, ദേ അവളുടെ അച്ഛനല്ലേ അകത്ത് കിടക്കുന്നത്, ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ലോ എന്ന് പറയണ. എന്തിനാ അവള് കാണുന്നേ, അവള് കാണണ്ട എന്റെ അച്ഛനെന്ന് പറയണ. എന്നാലും അതല്ലോ, അവൾക്ക് പൂത്ത പൈസയല്ലേടാ ഉള്ളത്. അന്ന് പ്രകാശൻ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അന്നെങ്കിൽ പൈസ വല്ലതും വേണോന്ന് പോലും ചോദിച്ചില്ലോ. നമ്മുടെ അവസ്ഥ അവൾക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു, അവളുടെ പൈസ ആർക്ക് വേണം, അവളും അവരെല്ലാരും കൂടെ ചേർന്ന ഈ ചതി ചെയ്തിരിക്കുന്നത്. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, ഇനി ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും, പ്രകാശിന് ഇവിടെ നിന്ന് ഇറക്കണം, നല്ല പൈസയാവും, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എങ്ങോട്ട് പോകും എനിക്കറിയില്ല എന്ന് പറയണം. എന്തേലും വഴി ഉണ്ടാക്കാം അമ്മൂമ്മയെന്ന് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പാണെങ്കിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോ തന്നെ ആ കല്യാണിയാണ് പൈസ കൊണ്ടു കൊടുത്തത്. ഇനിയിപ്പൊ ഈ തവണ ആര് കൊടുക്കും, ആരുടെയും ചോദിക്കാൻ പറ്റുമോ ചോദിക്കാണ്. വിക്രം പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം ഭാനുമതിയമ്മ പ്രകാശിന്റെ അടുത്തേക്ക് വരുവാണ്. പ്രകാശൻ ചോദിച്ചു, എന്തിയമ്മേ, അവൻ എന്തിയെ, വിക്രം എന്തേന്ന് ചോദിക്കണം. അവനെ പുറത്തേക്ക് പോയേക്കുക, പൈസ വേണ്ട പ്രകാശ, എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങുമെന്ന് അറിയത്തില്ല എന്ന് പറയണ. ഇപ്പൊ ആ കല്യാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവര് വെല്ലു വിളിച്ചിട്ട് പോയിരിക്കുക. ഒന്നുമല്ലേലും നിന്റെ മോളല്ലേടാ, നിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന് പറയണം. അവളെന്തിനാ എന്നെ കാണാൻ വരുന്നേ, എന്നെ കാണേണ്ട കാര്യമില്ല, എനിക്ക് അവളുടെ മുഖം പോലും കാണണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രകാശ, ഇനി ഞാൻ എവിടെ പോയി ആരുടെ പൈസ ചോദിക്കാനായിട്ടാ, വിക്രം പൈസ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ആ കാർത്തിക അവളുടെ അമ്മയും ചതിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ അമ്മേ, അതുകൊണ്ട് സംഭവിച്ചു പോയ ദുരന്തമല്ലേ. എന്നാലും എന്തൊക്കെ പ്രതീക്ഷയായിരുന്നടാ മോനെ, എല്ലാം നശിച്ചു പോയില്ലെന്ന് പറയാം. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ഭാനുമതിയമ്മ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഭാനുമതിയമ്മ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആരോടെങ്കിലും കുറച്ച് പൈസ കടം ചോദിച്ചാൽ മതിയാവുള്ളൂ, എങ്ങനെയെങ്കിലും വീട്ടാം, കൂലിപ്പണി എടുത്താലും. ഇനിയിപ്പം മുമ്പത്തെ പോലെ തന്നെ വല്ല വീട്ടിലും പാത്രം കഴുകുക എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോ ഓർത്തു, ഇനിയിപ്പോ ശാരിയുടെ വീട്ടിൽ പോയി ചോദിച്ചാലോ, രാഹുലിന്റെ അടുത്ത് പൈസ കിട്ടിയാലോ. വീണ്ടും ശാരിയുടെ രാഹുലിനെ കാലു പിടിക്കാണ്ട് ചെല്ലുവാണ്. അങ്ങനെ ഇന്നിപ്പോ ശാരിയും കൂടെ ഇറങ്ങി വന്ന, ആ എന്താന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാന് പ്രകാശ് ഹോസ്പിറ്റലാന്ന് പറയണം. അത് പിന്നെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ല. അല്ല, നിങ്ങളുടെ മകന്റെ കല്യാണമുള്ള വലിയ എവിടുന്നോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചതിയായിരുന്നു. ആ കിരണും കല്യാണി എല്ലാരും കൂടെ ചേർന്ന് ചതിച്ചതാന്ന് പറയണം. ഓഹോ, അപ്പൊ വീണ്ടും ചതി കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ട് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്റെ രാഹുൽ സാറേ, എന്താ ചെയ്യാനെന്ന് പറ, ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയില, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം എന്ന് പറയാം. നിനക്ക് പൈസ തരാനായിട്ടാ, ഇവിടെ ഞങ്ങൾക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാന്ന് പറയണം. അങ്ങനെ പറയരുത്, എങ്ങനെ ജോലി ചെയ്തെങ്കിലും ഞാൻ വീട്ടിക്കോളാന്ന് പറയണം. തൽക്കാലത്തേക്ക് ഇവിടെ പൈസയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മേനെ അവിടെ നാട്ടിൽ പായിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, കാരണം ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും നശിച്ചു. ഇനിയിപ്പൊ ആരോട് പോയി ചോദിക്കുമെന്ന് അറിയത്തില്ലാതെ ഭാനുമതി അമ്മ ഇറങ്ങി നടക്കുവാണ്. ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപ ചോദിച്ചു, അല്ല നിങ്ങളിത് എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പോകുന്നുണ്ട്, ഒന്നും പറഞ്ഞു പോലില്ല. അത് പിന്നെ താരാന്റിയുടെ കാര്യത്തെക്കുറിച്ച് ഏതെല്ലാം പറയുവാണ്, താരയ്ക്ക് സംഭവിച്ച ദുരിതത്തെക്കുറിച്ചെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീപ പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടന്മാരായി പോയല്ലോ അവര്, ഇങ്ങനെ ഒരു ചതി, എന്നാലും ഇതൊന്നും ഒരിക്കലും വേണ്ടിയിരുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, ആ ദുഷ്ടശക്തികള് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയണം. ദീപ പറഞ്ഞു, ഒന്നും സൂക്ഷിക്കുന്നല്ല, ഇനിയിപ്പം ഒരുത്തനും കൂടെ ഉണ്ടല്ലോ, സരുവിന്റെ അപ്പുറത്തായിരിക്കും ഈ പറയുന്ന ഞാൻ പ്രസവിച്ച എന്റെ മോന്, അവൻ വെറുതെ ഇരിക്കില്ല, അടങ്ങിയിരിക്കില്ല എന്ന് പറയണം. കല്യാണം പറഞ്ഞ് എന്ത് ചെയ്യാനാ, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മയെന്ന് പറയണം. അങ്ങനെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് സംസാരിച്ചതിന് ശേഷം കിരണും കല്യാണി അകത്തേക്ക് കയറി പോകണം. ഈ സമയത്ത് ദീപം മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിക്രത്തിന്റെ വരവ്. വിക്രത്തിനെ കണ്ടതും ദീപ വെച്ച്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയാ വന്നാന്ന് പറയാണ്. എന്നെ കാണാനാ? അതെ, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ കിടപ്പുണ്ടല്ലോ, നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയോന്ന് ചോദിക്കാം. ഞാൻ എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നേ, അയാൾ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കോ ജീവിക്കോ എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അല്ലെങ്കിൽ അയാളെ ഞാനിപ്പോ എന്റെ ഭർത്താവായിട്ട് കാണുന്നില്ല, അയാളെപ്പോലെ ഒരു ദുഷ്ടൻ അറ്റാക്ക് വന്ന് പണ്ടേ മരിക്കേണ്ടവനാ, പക്ഷെ ഇത്രയും കാലം ജീവിച്ച എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടി ആവലെന്ന് പറയണം. ആരാടാ ദുഷ്ടി ആവുന്നേ, ഞാനാ?
നിന്റെ അച്ഛനും നിന്റെ അമ്മൂമ്മ എല്ലാരും കൂടെ ചെയ്ത ക്രൂരതകളൊക്കെ വെച്ച് നോക്കുമ്പോ ദേ ഇതൊന്നും ഒന്നുമല്ല അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ അറിയാലോ. അയാൾ ഇനി അനുഭവിക്കാണ്ട. പെട്ടെന്നൊന്നും അയാൾ മരിക്കാൻ പോകുന്നില്ല. അയാൾ നന്നായിട്ട് നരകിച്ചോ മരിക്കുള്ളൂ എന്ന് പറയാം. ദേ അമ്മയാന്ന് നോക്കില്ല എന്ന് പറയണ. ആരുടെ അമ്മ? നിന്റെ അമ്മ ഞാനോ? നീ അങ്ങനെയൊന്നും അല്ല കോടതി വിളിച്ചു പറഞ്ഞേ. നിനക്ക് പിന്നെ നാണമുണ്ടോ ഇങ്ങോട്ട് വരാനായിട്ട്? അതെ ഞാൻ നിങ്ങളെ കാല് പിടിക്കാനൊന്നും വന്നതല്ല. നിങ്ങൾ രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോകാൻ വന്നാ. നിങ്ങളും നിങ്ങളുടെ ആ മോളും മരുമോനും ഒക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും നീ പറഞ്ഞു അതിനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോടാ? ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്ക്. നീ വലിയ ആളാന്ന് പറഞ്ഞ് പിടിച്ച് നടന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി തീർന്നു? അവസാനം കണ്ടില്ലേ, നിനക്കിട്ട് തന്നെ പണി കിട്ടിയില്ലേ? ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. പിന്നെ നന്നാവത്തില്ലെന്നറിയാം. നിന്റെ ആ അച്ഛനും അമ്മൂമ്മയൊക്കെ ഉള്ളിടത്തോളം കാലം നീ ഒരിക്കലും നേർവഴിയെ പോകത്തില്ലെന്നും അറിയാം. എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചിരുന്ന അവരല്ലേ നീ ചോദിക്കണം. അപ്പോഴേക്ക് കിരണും കല്യാണി ഇറങ്ങുന്നു. ഓഹോ നിനക്ക് കിട്ടിയതൊന്നും പോരാന്ന് കിരണും ചോദിക്കുകയാണ്. വീണ്ടും നീ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കല്യാണി പറഞ്ഞതേ എന്റെ വീട്ടിൽ വന്ന് കിടന്ന് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഇറങ്ങി പോടാന്ന് പറയണം. വിക്രം പറഞ്ഞു പോകാൻ തന്നെ വന്നേ. പക്ഷെ ഒന്നുണ്ട് ഓർത്തോ നീയൊക്കെ, നീയോ ആ കാർത്തികയും അവരുടെ അമ്മ എല്ലാരും കൂടെ ചേർന്ന് ചതിയുണ്ടല്ലോ, ഞാൻ ഒരിക്കലും പൊറുക്കത്തില്ലെന്ന് പറയണം. ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാടി, അതാ എനിക്ക് തരാതെ പോയിരിക്കുന്നേ. ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാം. നീ പോയി വാങ്ങിക്കടാ. എനിക്ക് എന്റെ പൈസ കിട്ടണം. നീ അല്ലേ ഇപ്പൊ കമ്പനിയുടെ MD. എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതിയാവെന്ന് പറയാ. എന്ത് പൈസ? ഞാനും നീയും തമ്മിൽ ഏതെങ്കിലും ഡീലിങ്സ് ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഏത് വകുപ്പിലാണ് നീ വന്ന് പണം ചോദിക്കുന്ന ചോദിക്കുക. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു ഇവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു കല്യാണി എന്ന് പറയാം. ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ എനിക്ക് എന്റെ ലാഭവിഹിതം കിട്ടിയേ മതിയാവുള്ളൂ. ഇത് MD-യോടെല്ലാം വന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയാം. ഞാനും നീയും തമ്മിൽ ഒരിടപാടുമില്ല. നിനക്ക് ആ കമ്പനിയിൽ ഒരു പങ്കുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിനക്ക് ലാഭവിഹിതം തരുന്നേ? ഉള്ള നേരത്തെ സ്ഥലം കാലിയാക്കാൻ നോക്കൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഹോ അപ്പൊ അതല്ലേ നീ എന്നെ ആട്ടിയിറക്കാൻ നോക്കും. നിനക്ക് പണം തരാൻ കഴിയില്ലല്ലേ? എന്നാ നീ ചെവിയെ നുള്ളിക്കോ. ഒരു കാരണവശാലും നീ ഇവിടെ സുഖമായിട്ട് ഇവിടെ ജീവിക്കല്ലേ. പിന്നീട് ദീപയോട് പറഞ്ഞു അതെ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് പിണ്ടം വെച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല. അധികം വൈകാതെ കണ്ടോ നിങ്ങളുടെ ഈ മോളും മരുമോനും കണ്ടോ, രണ്ടിനെ ഞാൻ ശരിയാക്കും. ഒരു കാരണവശാലും ഇവർക്ക് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് ഇവര് പെടഞ്ഞു മരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും. അത് കേട്ട് നിങ്ങൾ അലറി വിളിക്കും. കണ്ടോ ആ ദിവസത്തിന് വേണ്ടി ഞാൻ ഇനി കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അത് പോയി കഴിഞ്ഞപ്പോഴത്തേന് ദീ പറഞ്ഞു ദേ മോളെ സൂക്ഷിക്കണം. അവന് മുമ്പേ ആൽബിയുടെ തലയടിച്ച് പൊട്ടിച്ചവനാ. അവൻ വെറുതെ ഇരിക്കില്ലെന്ന് പറയണം. എന്ത് ചെയ്യാനമ്മേ? അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവനൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറയണം. അവനെന്നെ ചെയ്തോട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെന്ന് പറയണം. ഈ സമയം വിക്രം തല പോയി ആലോചിച്ചുകൊണ്ട് പോവാണ്. എങ്ങനെയും പണം വേണം. ഇനി പണത്തിന് വേണ്ടി എന്ത് ചെയ്യും? ആരോട് ചോദിക്കുമെന്ന് അറിയത്തില്ല. ആ സമയം ഭാനുമതിയമ്മ അറിയാവുന്നിടത്തെല്ലാം പോയി തെണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരിടത്തൊന്നും പൈസ കിട്ടിയില്ല. അവസാനം അങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് രൂപേനെ കാണുന്നത്. രൂപേനെ കണ്ടതും ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഒരു പക്ഷെ ഇവരോട് ഇച്ചിരി പൈസ വാങ്ങിപ്പോ ചോദിച്ചു നോക്കിയാലോ എന്നൊരു ചിന്ത മനസ്സിലാവുണ്ട്. പിന്നീട് രൂപയെടുത്ത് എന്നിട്ട് പറഞ്ഞു അത് മോളിത് എങ്ങോട്ടാന്ന് ചോദിക്കുക. ഞാനിവിടെ ക്ഷേത്രത്തിൽ വരെ വന്നാന്ന് പറയണം. അല്ല എന്താ ഇവിടെ? എന്ത് ചെയ്യാനാ എന്റെ മോളെ? എന്റെ മോൻ ആശുപത്രിയില്ല. അവനെ ഇറക്കാൻ പോലും പൈസയില്ല. ഇത് ഒരു നേരം ആദ്യം ആഹാരത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കണേ. ചോദിക്കാന്നിടത്തെല്ലാം പോയി ചോദിച്ചു. പക്ഷെ എങ്കിലും ഒരു പൈസ പോലും കിട്ടിയില്ലെന്ന് പറയണം. ഇത് കേട്ടതും രൂപ മനസ്സിൽ ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണം. നിങ്ങൾ എന്തൊക്കെ പണിയാ കാണിച്ചു കൂട്ടിയത്? എന്റെ ആൽബിയുടെ തലക്കിട്ട് നിങ്ങൾ അടിച്ചു പൊട്ടിച്ചവനല്ലേ? പോരാത്തന് കല്യാണി മോളോടും കിരണമോനോട് എന്ത് ക്രൂരത ചെയ്തേ. അപ്പൊ നിങ്ങളോട് ഞാനൊന്നും മിണ്ടണില്ല. ഇങ്ങനെയൊക്കെ മനസ്സിൽ പറയാണ്. ഈ സമയം ഭാനുമതിയമ്മ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ. ഇനിയിപ്പം എവിടെ ചെയ്യാനാ? ഒരു ജോലി ചെയ്ത് എന്തേലും പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ എനിക്ക് ജോലി തരാനായിട്ട് ആരും കൂട്ടാക്കുന്നില്ല. എന്തേലും ജോലി എന്തേലും കിട്ടിയാലും മതിയായിരുന്നു. എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിലുള്ള വഴി ഉണ്ടാക്കായിരുന്നു. ഇനിയിപ്പോ പ്രകാശിനെ കൊണ്ട് ഒന്നിനും കൊള്ളുമെന്ന് തോന്നില്ല. അവനാണ് വയ്യായിക. എഴുന്നേറ്റ് നടക്കാൻ പോലും തോന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. പൈസ വേണം മോളെ എന്ന് പറയാം. മോളുടെ കയ്യിലെങ്ങാനും ഉണ്ടായിരിക്കോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രൂപയ്ക്ക് ശരിക്കും ചിരി വന്നു. ഇവരുടെ ഒരു അവസ്ഥ ഇന്നലെ വരെ തന്റെ മോനെ മരുമോളെയൊക്കെ വെല്ലുവിളിച്ച് നടന്നവളാ. ഇന്ന് കണ്ടില്ലേ കാൽക്കീഴിലേക്ക് വന്ന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നേ. പിന്നീട് രൂപ പറഞ്ഞു അല്ല നിങ്ങളുടെ മോൻ വലിയ MD ആന്നൊക്കെ പറഞ്ഞിട്ടോ. എല്ലാം ചതിയായിരുന്നു മോളെ. എന്ത് ചെയ്യാനാ? ആ കല്യാണി എല്ലാരും ചേർന്ന് ചതിച്ചാന്ന് പറയണം. ഇനിയെങ്കിലും നിങ്ങൾ മോനോട് നന്നായിട്ട് നടക്കാൻ നോക്കുക. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ മോനും കൊച്ചുമോനും ഒക്കെ നന്നാമത്തെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ എന്റെ മോളെ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വയസ്സനാം കാലത്ത് ഞാൻ എൻ്റെ അമ്മയായി പോയില്ലേ. അവനൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട ഞാനല്ലേ. അവൻ എൻ്റെ കൺമുന്നിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ ഏതൊരമ്മയ്ക്കും വിഷമം വരത്തില്ലേ. ഇപ്പം മോള് തന്നെ ഓർത്ത് വയ്ക്കേ, മോളുടെ കൊച്ചിനെങ്ങനെ അവസ്ഥ വരുന്നെങ്കിൽ മോൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാനുമതിയമ്മ അങ്ങോട്ട് സെന്റി അടിക്കുകയാണ്.
രൂപയ്ക്ക് മനസ്സിലായി ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ അഹങ്കാരത്തിനുള്ള പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് രൂപ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയം കാർത്തിക ലക്ഷ്മിയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. പിന്നീട് കാർത്തിക ലക്ഷ്മിയോട് പറഞ്ഞു, അതെ, ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കിരണിനും കല്യാണിനോടും ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, പറയാതിരിക്കാൻ പറ്റില്ല മോളെ. എന്റെ നെഞ്ച് നീറിക്കൊണ്ടിരിക്കുക, ഓരോ നിമിഷവും ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മൾ അധികം നാളും അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. അപ്പൊ അവരുടെ മനസ്സിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്, അതിനെക്കുറിച്ച് പറയണം കിരണിനോടും കല്യാണിനോടും. അവർക്ക് സഹായിക്കാൻ പറ്റുമോന്ന് അറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.